എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിലെ പനിയെക്കുറിച്ചാണ്. ഫീവർ കുട്ടികൾക്കുണ്ടാകുന്ന ഫീവറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പനി എന്നത് ഒരു ശത്രുവല്ല. അത് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു അണുബാധ അഥവാ ഇൻഫെക്ഷൻ കയറുമ്പോൾ അതിനെ നശിപ്പിക്കാൻ നമ്മുടെ ശരീരം തന്നെ സ്വയം താപനില കൂട്ടുന്നതാണ്, അഥവാ ശരീരം തന്നെ സ്വയം അതിനെ പ്രതിരോധിക്കുന്നതാണ്. വിശദമായിട്ട് പറയുകയാണെങ്കിൽ ബാക്ടീരിയകൾക്കും വൈറസുകൾക്കും ഉയർന്ന ചൂടിൽ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പനി സത്യത്തിൽ കുഞ്ഞിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പനി അളക്കേണ്ട ശരിയായ രീതിയാണ് നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. കൈവച്ച് നോക്കുന്നത് ശാസ്ത്രീയമായ ഒരു രീതിയല്ല. ഡിജിറ്റൽ തെർമോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് ശരീരത്തിൻ്റെ താപനില അളക്കാം. കക്ഷത്തിൽ വയ്ക്കുമ്പോൾ 100ന് മുകളിൽ വന്നാൽ മാത്രമേ അതിന് പനി അഥവാ ഫീവർ എന്ന് നമ്മൾ പറയൂ. 99 ഡിഗ്രി ഫാരൻഹീറ്റ് ഒക്കെ നോർമൽ ബോഡി ഹീറ്റ് ആയിട്ട് നമ്മൾ കൂട്ടാറുള്ളൂ. റീഡിംഗ് എടുക്കുന്നതിന് മുമ്പ് കുട്ടിയുടെ കഷം നല്ല പോലെ തുടച്ചിരിക്കണം. ഒട്ടും നനവില്ലാതെ വേണം തെർമോമീറ്റർ നമ്മൾ കക്ഷത്തിൽ വയ്ക്കാൻ. മെർക്കുറി തെർമോമീറ്റർ ഇപ്പോൾ ആരും ഉപയോഗിക്കാറില്ല. ഇപ്പോൾ എല്ലാവരും ഡിജിറ്റൽ തെർമോമീറ്ററാണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ മരുന്ന് കൊടുക്കുന്നതിനേക്കാൾ മുൻപ് നമ്മൾ ചെയ്യേണ്ടത് കുഞ്ഞിൻ്റെ താപനില കുറയ്ക്കുക എന്നതാണ്. അതിന് ചെയ്യുന്ന ഒരു രീതിയാണ് ടെപ്പിഡ് സ്പഞ്ചിങ് എന്ന് പറയുന്നത്. പലരും ചെയ്യുന്ന തെറ്റ് പച്ചവെള്ളമോ അല്ലെങ്കിൽ ഐസ് വെള്ളമോ എടുത്ത് കുഞ്ഞിനെ സ്പഞ്ചിങ് കൊടുക്കും. പക്ഷേ അത് കുഞ്ഞിന് കൂടുതൽ ഷിവറിങ് ഉണ്ടാക്കും. സാധാരണ താപനിലയിലുള്ള വെള്ളമാണ് നമ്മൾ ടെപ്പിഡ് സ്പഞ്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ തുണി വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് നെറ്റിയിൽ മാത്രം ഇട്ടാൽ പോരാ. കഴുത്തിന് പിന്നിലും കക്ഷത്തിലും വിയർപ്പ് തങ്ങുന്ന മടക്കുകളിലും ഒക്കെ പതിയെ ഒപ്പിയെടുക്കണം. ഇങ്ങനെ തുടർച്ചയായിട്ട് 15 മിനിറ്റ് ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ വിയർപ്പ് വഴി ചൂട് പുറത്തു പോകും. അപ്പോൾ കുട്ടിക്ക് എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. പനിയുള്ളപ്പോൾ ശരീരം പെട്ടെന്ന് ഉണങ്ങും. കുട്ടി മൂത്രമൊഴിക്കുന്നത് കുറവാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞാണെങ്കിൽ സാധാരണയേക്കാൾ കൂടുതൽ പാൽ അവന് നൽകണം, അല്ലെങ്കിൽ അവൾക്ക് പാല് നൽകണം. 6 മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ORS അല്ലെങ്കിൽ കഞ്ഞിവെള്ളം, പഴച്ചാറുകൾ എന്നിവ നൽകാം. പനിയാണെന്ന് വിചാരിച്ച് കുട്ടി പാല് കുടിക്കുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ കെയർലെസ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. കുട്ടിയെ ഉണർത്തി പാല് കൊടുക്കണം. അവരുടെ ക്ഷീണം കൊണ്ടായിരിക്കും ഉറങ്ങുന്നത്. പക്ഷെ നമ്മുടെ കടമയാണ് കുഞ്ഞിനെ ഉണർത്തി പാല് കൊടുക്കുക എന്നത്. പനി വരുമ്പോൾ കുഞ്ഞിനെ വല്ലാതെ പുതപ്പിച്ച് മൂടുന്നത് ഒരു തെറ്റായ പ്രവണതയാണ്. ചൂട് പുറത്തു പോകാതെ ശരീരം കൂടുതൽ ചൂടാകാൻ അത് കാരണമാകും. അതുകൊണ്ട് നേർത്ത കോട്ടൺ വസ്ത്രം മാത്രം ഉപയോഗിക്കാം. പിന്നെ നമ്മൾ പറയുന്നത് മരുന്നിൻ്റെ ഡോസേജിനെ കുറിച്ചാണ്. പാരസെറ്റമോൾ സിറപ്പുകൾ ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ കൊടുക്കാൻ പാടില്ല. പാരസെറ്റമോൾ സിറപ്പുകൾ നൽകുമ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ നിർദ്ദേശം തീർച്ചയായും പാലിച്ചിരിക്കണം. നമ്മൾ പ്രായത്തിനനുസരിച്ചല്ല കുഞ്ഞിന് മരുന്ന് നൽകുന്നത്. കുഞ്ഞിൻ്റെ വെയ്റ്റിനനുസരിച്ചാണ് നമ്മൾ കുഞ്ഞിന് മരുന്ന് നൽകുന്നത്. 15 ml/kg 4 മുതൽ 6 മണിക്കൂർ ഇടവേള നിർബന്ധവുമാണ്. വീട്ടിൽ മുതിർന്നവർക്ക് നൽകുന്ന പാരസെറ്റമോൾ ഗുളികയുടെ പകുതി എടുത്ത് കുഞ്ഞിന് കൊടുക്കുന്നതും അപകടമാണ്. അങ്ങനെ കൊടുക്കാനേ പാടില്ല. ന്യൂബോൺസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എപ്പോൾ കുഞ്ഞിനെ നമുക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകണം. ഈ സാഹചര്യങ്ങൾ ഒട്ടും വൈകിപ്പിക്കരുത്. പനിയോടൊപ്പം കുഞ്ഞിന് വിറയൽ വരിക, ശരീരം നീലിക്കുക, ശ്വാസം മുട്ടൽ, നിർത്താതെയുള്ള കരച്ചിൽ, വല്ലാതെ തളർന്നു പോവുക എന്നിവ കണ്ടാൽ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കണം. പ്രത്യേകിച്ചും 3 മാസത്തിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് പനി വന്നാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി ചെയ്താൽ പനിയെ നമുക്ക് സുരക്ഷിതമായി മറികടക്കാം. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. Thank you for watching video. Bye bye. Thank you.